മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും വേണ്ട വേണ്ട, എന്നോട് കളിക്കാൻ നിക്കണ്ട. ഏലസ എന്റെ കയ്യില്. എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ? രാമായണം വായിക്കണമെന്ന് നിനക്ക് സൂഹിക്കണില്ല. മുത്തശ്ശി ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ടാ. പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ലെന്നാ നിന്റെ വിചാരല്ലേ? ആ അയ്യേ, ഇത് ഞാനാണ് മാവ. ഒറ്റടി നേരണ്ടല്ലോ. ഇങ്ങതാ പോ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ, എനിക്കിതുകൊണ്ടൊരാവശ്യമുണ്ട്. അമ്മാവന്റെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ. കിഷ്കിന്ത കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ? മുത്തശ്ശി ഇത് ഞാനാ. കുട്ടികളെ മാറിട്ടില്ല നിനക്ക്. മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിനുള്ള ശിക്ഷയായിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ? അതെ അതെ, മുഴുവനിരുന്ന് വായിക്ക. ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ? എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണോന്ന്? ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് അറിയോ നിനക്ക്? എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ കുട്ടി ആഹാരം കഴിച്ചു കിടന്നോളൂ, സമയം ഏറെയായി. അത് ശരിയാ. ചെന്നിരുന്ന് വായിക്കടാ. പല്ലു കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുന്നില്ലെന്നണഞ്ഞൊരു നേരം തഥാ. പരിഭവിക്കാതെ സ്വാമികളെ, ഈ പാലങ്ങോട്ട് കുടിക്ക്. നിവർത്തിയേട് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാറ്റിനും എന്നെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. താൻ വിഷമിക്കണ്ട. താടിയും മുടിയും വെച്ച് കെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവേല കേട്ടാ. കൊച്ചു ത്രേസ്യ ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാരും അറിയട്ടെന്നു. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? വലിയ തമ്പുരാക്കന്മാരാണെങ്കിലുവേ ഒന്നിനും നെറിയില്ല. നീ കൊച്ചു ത്രേസ്യക്ക് മനസ്സിലായി കേട്ടാ. അല്ലേ പിന്നെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാന്ന്. നീ കൂടുതലൊന്നും പറയണ്ട. കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞു പോയി. ഏതാണ്ടൊക്കെ പറഞ്ഞെന്നാ? പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മയുണ്ട് കേട്ടാ. കൊച്ചു ത്രേസ്യയെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും 10ഉം 15ഉം ഭാര്യമാര് കണ്ടേനെ. ഇനി ഇഷ്ടപ്പെട്ടു ഒന്ന് എന്നെ ഇരിക്കട്ടെ. എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്? ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവനാണെന്ന് അങ്ങയുടെ കാല് പിടിച്ച് പറഞ്ഞതാ. അന്നേരം ആ കാല് കൊണ്ട് തന്നെ അങ്ങേരെ മുഖത്ത് തൊഴിച്ചു. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം. തിരുമേനി, എല്ലാം ഞാൻ മറക്കാം, എന്റെ ബ്രഹ്മചര്യം ഒഴിച്ച്. കൊച്ചു ത്രേസ്യയെ, എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയല്ലേ. തമ്പുരാൻ അറിയാവാ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രി. അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ടാ? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസിയാണ്. ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചു ത്രേസ്യ സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാൽ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലും മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടിച്ചിരുത്താനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നത്. മേപ്പാടം കൽപ്പിക്കുന്നത് വരെ. മേപ്പാടൻ ആരുവാ? എന്ത് പറഞ്ഞാലും ഒരു മേപ്പാടൻ. ആ രൂപം കണ്ണീന്ന് അങ്ങോട്ട് മായണില്ല. വല്ലാതെ മനസ്സിലേക്ക് തറഞ്ഞു കയറിയ പോലെ. അങ്ങനെ വരട്ടെ. ഈ അസുഖത്തിനെയാ പ്രേമം പ്രേമം എന്ന് പറയുന്നത്. എടാ ബ്രഹ്മചാരി, നീ ഇങ്ങനെ സ്വപ്നം കണ്ടു കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പെണ്ണും പിടക്കോഴി എന്നൊക്കെ പറഞ്ഞ ബ്രഹ്മചാരികൾക്ക് പറഞ്ഞിട്ടില്ല. ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയെ കഴിഞ്ഞോളാമെന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഉയരട്ടെ കാമുകന്റെ കരുത്താർന്ന ശബ്ദം. അതിരിക്കട്ടെ, ഈ കക്ഷി എവിടെയുള്ളതാ? ഏതാ എവിടുന്ന ഒന്നും ചോദിക്കാൻ പറ്റില്ല. എവിടുന്നോ വന്ന് എവിടേക്കോ മറിഞ്ഞുപോയ സുഖകരമായ ഒരു സ്വപ്നം. പ്രേമ അസ്ഥിക്ക് എന്നെ പിടിച്ചിട്ടുണ്ട്. കവിത പറഞ്ഞിട്ടില്ലേ? മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയുമ്പോ നിനക്ക് തമാശ. പിന്നെയല്ല, ഒരു ദിവസം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടായിട്ടും ഊരും പേരും ചോദിക്കാൻ സമയം കിട്ടിയില്ല. അത്രേ പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള അവസരം ഒത്തുന്നില്ല. പേര് മായെന്നാണെന്ന് തോന്നുന്നു. ഭാഗ്യം, അതിപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ. ഇനി കേരളത്തിൽ മൊത്തത്തിലുള്ള മായമാരുടെ ലിസ്റ്റ് എടുത്ത് അന്വേഷിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. നമ്മുടെ തോട്ടുവക്കത്തെ മേന്റമംഗൾ ഒരു മായുണ്ട്. ഇനി അതായിരിക്കോ? അതായിരിക്കാനാ സാധ്യത. അവരുടെ മൂത്ത മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് അവനോട് തന്നെ ചോദിക്കാം, നിന്റെ അമ്മ പരസ്യ ചിത്രങ്ങളെ അഭിനയിച്ചു തുടങ്ങിയോന്ന്. നിന്നോട് ഇതൊക്കെ പറയാമെന്ന് എന്നെ വേണം തല്ലാൻ. എടാ,
നിനക്കറിയാലോ, കോളേജിൽ ഇത്രയേറെ പെമ്പിളരുണ്ടായിട്ടും എനിക്ക് ആരോട് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇതെന്തോ എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാണെന്നൊരു തോന്നൽ. എടാ, കാര്യം എത്ര സീരിയസ് ആണോ? ഇന്നലത്തെ ഷൂട്ടിങ്ങിന് ഞാനില്ലാഞ്ഞതാ കാരണം. ഞാനുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഡീറ്റെയിൽസ് മുഴുവൻ, ഭൂമിശാസ്ത്രവും ശരീരശാസ്ത്രവും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയേനെ. പിന്നെ നിന്നോടല്ലേ അവള് പറയാൻ പോവല്ലേ? നമുക്ക് ആ ഡയറക്ടർ ഒന്ന് ചെന്ന് കണ്ടാലോ? അയാൾക്ക് ചിലപ്പോൾ അഡ്രസ് അറിയായിരിക്കും. എങ്ങനെയാണേലും വേണ്ടില്ല, ഒന്നുകൂടി അവളൊന്ന് കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഹായ് ഉണ്ണി. എന്താ ഇങ്ങനെ മേടിച്ചു നോക്കുന്നേ? ഒരു ഹായ് പറഞ്ഞ തിരിച്ചു പറയാനുള്ള മര്യാദ പോലും ഇല്ലേ? ഹായ്. ഇയാളോടല്ല, ഉണ്ണിയോടാ പറഞ്ഞ. ഞാൻ പോവാ. അയ്യോ പോവല്ലേ, ഉണ്ണിപ്പ കാണണമെന്ന് പറഞ്ഞേ ഉള്ളോ, അപ്പോഴേക്കും പ്രത്യക്ഷപ്പെട്ടു. ഏതായാലും 100 ആയസാ. മായ എന്താ ഇവിടെ? എന്റെ വീട് ദേ ആ കുന്നിന്റെ അപ്പുറത്താ. നാളത്തെ ഷൂട്ടിങ്ങിന് മായ വരില്ലേ? ഏയ്, ഞാനിനി ഷൂട്ടിങ്ങിനൊന്നുമില്ല. ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നേ ഉള്ളൂ. അയ്യോ അങ്ങനെ പറയല്ലേ, മായ വരണം, അല്ലെങ്കിൽ ഉണ്ണിക്ക് വിഷമാവും. ഞാൻ വരാഞ്ഞ ഇയാൾ എന്തിനാ വിഷമിക്കുന്നേ? അല്ല, മായ അത്രക്ക് ഇഷ്ടാണെന്ന്. മായയല്ല, മായയുടെ ഡാൻസ് വളരെ നന്നായിരുന്നു. ഇവൻ അതാ ഉദ്ദേശിച്ചത്. അപ്പൊ നിനക്ക് മായ ഇഷ്ടാണെന്ന് പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അയ്യോ പറഞ്ഞു. പറഞ്ഞോ? എന്നോടാണോ ചോദിക്കുന്നേ? സോറി. പിന്നെ നാളത്തെ വർക്കിന് മായ വരണം. ആ, ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ആഗ്രഹല്ലേ, പ്ലീസ്. ഓഹോ, താനാരാ ദല്ലാളാ? ശരി, ഉണ്ണിക്ക് വേണ്ടി ഞാൻ വരാം. എടാ, അവൾ പറഞ്ഞു കേട്ടോ, ഉണ്ണിക്ക് വേണ്ടി വരാന്ന്. ഇത് വീണു. സത്യമുണ്ടോടാ? സത്യം. മായേ, നമ്മൾ എത്ര പെട്ടെന്ന് അടുത്തത്. വൈകിപ്പോയെന്ന എന്റെ സംശയം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തേ? ഉണ്ണിക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട്? ഒരുപാട് ഒരുപാട്. ഈ കടലിനോളം? അതിലും കൂടുതൽ. എന്തേ, വിശ്വാസക്കുറവുണ്ടോ? ഉണ്ണി എനിക്ക് വിശ്വാസ. പക്ഷേ ബ്രഹ്മചര്യം ലംഘിക്കാൻ പാടില്ലെന്ന കോലോത്ത നിയമം. പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം നേരിടാൻ മായ തയ്യാറാണോ? ഉണ്ണിക്ക് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാ. മരിക്കാനാണെങ്കിലോ? മരിക്കാനും. ചുമ്മാ സ്റ്റൈല് പറയല്ലേ. ഞാൻ പറഞ്ഞത് സത്യ. എങ്കിൽ എനിക്ക് വേണ്ടി ഇപ്പൊ ഒന്ന് മരിക്കാമോ? ഉണ്ണിയുടെ ആഗ്രഹം അതാണെങ്കിൽ മരിക്കാലോ. പറഞ്ഞോളൂ, എങ്ങനെയാ ഞാൻ മരിക്കേണ്ടത്? ഇപ്പൊ മരിക്കാൻ സൗകര്യം ഈ കടലിൽ ചാടുക. എന്താ, തയ്യാറാണോ? തയ്യാറാ. പക്ഷെ ഞാൻ മരിച്ചാ ഉണ്ണിക്ക് വിഷമാവരുത്. മരിച്ചോളൂ, വിഷമൊക്കെ ഞാൻ സഹിച്ചോളാം. എന്നിട്ട് നിന്റെ ഓർമ്മയ്ക്കായി ഒരു താജ്മഹൽ ഞാനും പണിയിച്ചേക്കാം. പോരെ? ഞാൻ മരിക്കും. ഓ പിന്നെ, പാച പഠിക്കാതെ മരിച്ചു കാണിക്കും. ശരി, ഞാൻ മരിച്ചു കാണാൻ അത്രയ്ക്ക് ഇഷ്ടാണല്ലേ? എന്നാ കണ്ടോ. എവിടം വരെ പോകുമെന്ന് അറിയാലോ. മായ, വേണ്ടോ? എന്താ ഇത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ? ഞാൻ ഉണ്ണിയോട് സത്യ പറഞ്ഞത്. ഐ ലവ് യു, ഐ ലവ് യു ഉണ്ണി. എന്താ ഭഗവതി ഈ കേക്കണേ? പ്രേമെന്നോ? കൊല്ലും നിന്നെ ഞാൻ. ആവശ്യത്തിലേറെ ലാളിച്ച് വഷളാക്കിയതിന്റെ കുഴപ്പമായി കാണണേ. ഞാനിവിടെ 46 വയസ്സ് കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നിട്ട് ഇങ്ങനൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. മോഹങ്ങളൊക്കെ അടക്കി ഒതുക്കി ചുരുട്ടി മനസ്സിൽ വെച്ചോണ്ട് നടക്കാ ഞാൻ. എന്തിനാ? ജീവനെ പേടിച്ചിട്ട്. ഇവിടത്തെ പുരുഷന്മാര് ബ്രഹ്മചര്യം തെറ്റിച്ച എന്തൊക്കെ ദുരന്തങ്ങളാ ഉണ്ടാവാന്ന് നിനക്കറിയോ? ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഒക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. നിന്റെ പ്രായത്തിൽ ഞാനും ഇതൊക്കെ തന്നെ പറഞ്ഞത്. മീനാക്ഷിയെ വെറുതെ ഒന്ന് നോക്കിയതിന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെന്ന് എനിക്കല്ലേ അറിയൂ. അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവളെ വിവാഹം കഴിച്ചു വെക്കൂ. നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇതെങ്ങാനും മുത്തശ്ശി അറിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് നിനക്കറിയോ?
അതുകൊണ്ട് പ്രേമം വല്ലാതെ മൂത്ത് കഴിയുമ്പോ നല്ല തണുത്ത വെള്ളം തലയിലൊഴിച്ച് സഹസ്രനാമ കീർത്തനവും ചൊല്ലി കമിഴ്ന്ന് കിടന്ന് ഹര ഹരോ ഹര ഹര എന്നാണ് പറഞ്ഞാ മതി. ഇത് തന്നെയാണ് ഞാനും ചെയ്തിരുന്നത്. അമ്മാവും മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞു നോക്കോ. നല്ല ശേലായി. ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും എങ്ങനെയാ ബ്രഹ്മചാരികളാക്കണ്ടേന്ന് ആലോചിക്കാൻ മുത്തശ്ശി. അതിന്റെ ഇടയിലാണ് വിവാഹം എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ലണേ. കൊഴപ്പായി ദേവരുന്നു. ആർക്കായുടെ മംഗല്യം വേണ്ടത്? രാമോർമ്മയ്ക്കാണോടാ? എനിക്കല്ല. പോലോത്ത ആണുങ്ങളുടെ മൂത്തവൻ നീയല്ലേ? നീയൊക്കെ വേണ്ടെന്ന് വെച്ച മംഗല്യം പിന്നെ ഇവിടെ ആർക്കാ വേണ്ടത്? ഞാനായിട്ട് അത് പറയണില്ല. വേണ്ടപ്പെട്ട ആൾ ഇവിടെ ഉണ്ട്. ആരെ? ഉണ്ണിക്കുട്ടനോ? എന്താ നീ ഒന്നും മിണ്ടാത്ത? കുട്ടികളല്ലേ, ഈ പ്രായത്തിൽ ഉണ്ടാവണ ചെറിയൊരു മോഹം നമ്മുടെ ഉണ്ണിക്കുട്ടനും തോന്നി. പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ എല്ലാം തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ട്. തെറ്റു പറ്റിയതൊക്കെ ഇവിടെ ഉള്ളവർക്കാ. ഏതോ ദുർമന്ത്രവാദിയുടെ വാക്ക് കേട്ട് വേണ്ടാത്ത വെട്ടിത്തരങ്ങൾ ചെയ്യാം. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വാക്ക് കൊടുത്തുപോയി. ഇവിടെ ആരും ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ ഇവിടെ രജിസ്റ്ററിങ് കൊണ്ടുവരും. ഉണ്ണിക്കുട്ട, ആരോടാ എന്താ സംസാരിക്കണമെന്ന് അറിയോ? നീ സംബന്ധം കഴിച്ചാൽ നിനക്ക് മാത്രല്ല ഇവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും അപകട. കോലോത്ത് വീണ്ടും ദുർമരണങ്ങൾ ഉണ്ടാവും. പോലോത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചാൽ കടുത്ത ശിക്ഷയായിരിക്കും കിട്ടുക. പിന്നെ ഉണ്ണിയുടെ സ്ഥാനം പടിക്ക് പുറത്ത്. എന്നെ പടിയടിച്ച് പിണ്ടം വെച്ചാലും ഞാൻ അവളുമായി ഈ നാട്ടിൽ തന്നെ ജീവിക്കും. ഈ കോലത്ത് ഞാൻ കാരണം ദുർമരണങ്ങൾ നടക്കുന്നുണ്ടോന്ന് എനിക്കൂടെ അറിയണല്ലോ. ഇല്ല, നിനക്ക് എന്തോ ബാധ കയറിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്റെ ഉണ്ണി ഇങ്ങനൊന്നും പറയില്ല. ആരോ മോഹിപ്പിച്ച് എന്റെ ഉണ്ണിയെ മയക്കിയിരിക്കണു. വേണ്ട, ഇനി ദുർമരണങ്ങൾ കാണാനുള്ള ശക്തി എനിക്കില്ല. പണിക്കരെ, എന്തെങ്കിലും ധിക്കാരം കാണിക്കുന്നതിന് മുമ്പ് എന്റെ ഉണ്ണിയെ മുറിക്കകത്ത് അടച്ചിടുക. കുറച്ചു ദിവസം പുറത്തൊന്നും പോണ്ട. എനിക്ക് എന്റെ കുട്ടിയുടെ ജീവനാ വലുത്. വേണ്ട, എന്റെ ആഗ്രഹം സാധിച്ചു തരാത്ത മുത്തശ്ശിയും വീടും ഒന്നും എനിക്ക് വേണ്ട. നീ എന്താ പറഞ്ഞത്? ഞാൻ പോവാ. ഉണ്ണി, അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഉണ്ണി! അവൻ എവിടെ പോകാനാ മുത്തശ്ശി? 1 മണിക്കൂറിനകം അവൻ തിരിച്ചു വരും. വരണ്ട. ഈ ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നവൻ ഇനി കോലോത്തേക്ക് വരണ്ട. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നേരം കുറെ ആയേ ത്രേസ്യ. ഇനി അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ പോവേണ്ട കേട്ടാ. കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോയാ മതിയെന്ന്. അയ്യോ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. മേപ്പാടം മേപ്പാടൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഒരു മേപ്പാടൻ. അയാളെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടട്ടും. അയ്യാക്കട ഒരു ദുർഗന്ധവാദം. ആരാണ്ടും വരുന്നു. അങ്ങ് അകാലം അല്ല ത്രികാല ജ്ഞാനിയല്ലേ സ്വാമി? ശരണം ശരണം പൊന്നയ്യപ്പ. സ്വാമി അല്ലാതെ ശരണമില്ല. സ്വാമി ശരണം. രക്ഷിക്കണം. എന്റെ ഉണ്ണി ഈ കുടുംബത്തിന്റെ അന്തകനായി മാറാൻ പോണു. അവന് വിവാഹം കഴിക്കണമെന്ന് ഏതോ ഒരു പെണ്ണുമായി അവന് പ്രേമമാണെന്ന്. ഈ കുടുംബത്തിലെ പുരുഷന്മാർക്ക് ഈ ജന്മത്ത് സ്ത്രീ സുഖം പാടില്ലെന്ന് അറിയാലോ. എന്റെ മോന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഉപദേശിക്കണം. ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സ് മാറ്റിത്തരാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. മാത്രമല്ല, ഈ കോലോത്തെ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിശേഷാൽ പൂജ നടത്തി തരാനും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട്. എന്ത് പൂജ നടത്തിയാലും അത് ശരിയാവില്ല സ്വാമി. കർമ്മികളിൽ വെച്ച് കർമ്മിയായ മേപ്പാടിന് പോലും ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ പേടിയാ. അത്രയ്ക്ക് ഭയങ്കര അവള്. അതിനേക്കാൾ ഭയങ്കരിയ എന്റെ കുട്ടിയെ മയക്കി വശത്താക്കി അവൾ. ഇവിടത്തെ കുട്ടികളെ വശത്താക്കി കുടുംബം നശിപ്പിക്കാൻ വരുന്നവളെ ഈ ഭൂമിയിൽ ഞാൻ വെച്ചേക്കില്ല. മുത്തശ്ശി, ഉണ്ണിയേട്ടന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി. ഏട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യിക്കണമെന്ന് ഫോൺ വന്നു. എന്റെ ഉണ്ണി കേട്ടോ സ്വാമി? മനസ്സിലായിരുന്നത് തോന്നിയതേ ഉള്ളൂ. അപ്പൊ തന്നെ അപകടം വന്നു. എന്റെ ഈശ്വര, എന്റെ ഉണ്ണിക്കൊന്നും വരുത്തരുതേ. എന്റെ ഉണ്ണി ഈശോയെ, ഇത് എന്നാ പരീക്ഷണമാണ്. എന്റെ പരദൈവങ്ങളെ, എന്റെ കുട്ടിക്ക് ആയുസ് കൊടുത്തല്ലോ. അത് എന്റെ ഭാഗ്യം. ഇപ്പൊ എന്റെ മോന് മനസ്സിലായോ? തെറ്റായതൊന്നും ചിന്തിക്കരുത്. ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും നിന്നെ അപകടത്തിലാക്കിയില്ലേ? ഞാൻ മനഃപൂർവ്വം അപകടത്തിൽ ചാടിയതാ. ചാകാൻ വേണ്ടി തന്നെ. ഞാൻ ജീവിച്ചിരിക്കാൻ വേണ്ടി എന്റെ മായ ഞാൻ മറക്കണമെന്നല്ലേ മുത്തശ്ശി എന്നോട് പറഞ്ഞത്. അവളെ മറന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. എന്താ അബദ്ധാ കുട്ടി നീ കാണിച്ചത്? ഇതിലും ഭേദം ഈ മുത്തശ്ശിയെ നിനക്ക് കൊല്ലാമായിരുന്നില്ലേടാ. ഈശ്വരൻ തന്ന ജീവൻ സ്വയം അങ്ങോട്ട് നശിപ്പിക്കാന്ന് വെച്ചാ എന്താ പാപം എന്നറിയോ നിനക്ക്? മുത്തശ്ശി ഒന്ന് ക്ഷോഭിച്ചു എന്ന് കരുതി ഇതൊക്കെയാ ചെയ്യാ? എല്ലാരും കൂടെ എന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറഞ്ഞത്? ഞാൻ തെറ്റാ ചെയ്തത്, സമ്മതിച്ചു. അതിന് ശിക്ഷയായിട്ടാ ചാവാൻ തയ്യാറായത്. ഈ ശല്യം ഇതോടെ തീരുമല്ലോ. ഇതിപ്പോ വലിയ ഇടങ്ങേറായല്ലോ ഭഗവതി.
ബ്രഹ്മചര്യം ലംഘിച്ചാൽ അപമൃത്യു ഉണ്ടാവുന്നു മേപ്പാടൻ. ബ്രഹ്മചര്യം ലംഘിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സ്വയം അപമൃത്യു വരിക്കുമെന്ന് ഉണ്ണിക്കുട്ടൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇന്ദ്രായ സുരഥിപതേ വജ്രഹസ്തായ സൂര്യപാർഷദേ നമഃ. തമ്പുരാട്ടി ക്ഷമിക്കണം. മന്ത്രവിധി പ്രകാരം ഒരു നിവൃത്തിയും നാം കാണുന്നില്ല. ഈ വിഷയത്തിൽ പിന്നെ ആകെയുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ. ഉണ്ണിക്ക് അത്രയ്ക്കങ്ങട് നിർബന്ധാച്ചാ വിവാഹമാകാം ദേവി. പക്ഷേ വിവാഹം കഴിഞ്ഞാലും ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കണം. ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാല് സ്ത്രീ സുഖം അനുഭവിക്കാൻ പാടില്ല. ആ കുട്ടി അത് ലംഘിക്കില്ല എന്ന് തമ്പുരാട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ വിവാഹത്തിന് അനുവാദം കൊടുക്കാം. അയ്യോ, അത് അവര് തീരുമാനിക്കേണ്ടതല്ലേ? മുത്തശ്ശിക്ക് എങ്ങനെ ഉറപ്പ് വരാൻ പറ്റുക? അതാ പറഞ്ഞത്, വിവാഹം പാടില്ല എന്ന്. മേപ്പാടൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് പിടികിട്ടിയ? പേരിനൊരു വിവാഹവും കഴിച്ച് പെണ്ണിനെയും കെട്ടി എഴുന്നള്ളിച്ച് വേണമെങ്കിൽ നടന്നോ. ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. വേണ്ട ഉണ്ണി, വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. പട്ടിണി കിടക്കുന്നവന്റെ മുമ്പിൽ പാൽപ്പായസം കൊണ്ടുവച്ചിട്ട് അത് കഴിക്കാൻ പാടില്ല, വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ വിഷമം ഭയങ്കര. എന്താ ആ വിഷമം നിനക്ക് ഏതാണ്ട് ഉള്ളത് പോലെയാണല്ലോ നിന്റെ സംസാരം. ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞല്ലേ, ബ്രഹ്മചാരികളായ നമുക്ക് ഇതിന്റെ വിഷമം നന്നായിട്ട് അറിയാമല്ലോ, പ്രത്യേകിച്ചും എനിക്ക്. എന്റെ ആവേശാനന്ദ സ്വാമി ഇതൊക്കെ ആലോചിക്കുമ്പോ എന്റെ നെഞ്ചത്ത് തീ ആളിക്കത്തുക. തീ ആളി കത്താൻ നിന്റെ നെഞ്ചിൽ എന്താ പെട്രോൾ ടാങ്കാ കെട്ടി വെച്ചിരിക്കുന്നത്? അമ്മാവ, എടാ, ആണുങ്ങളായ കുറച്ചൊക്കെ മനസ്സിനൊരു സംയമനം വേണം. ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിച്ച് ബ്രഹ്മചര്യം തെറ്റിക്കാതെ സംയമനം പാലിച്ച് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതൊന്നും അമ്മാവനെ കൊണ്ട് സാധിക്കില്ല. ഞാൻ കെട്ടി കാണിച്ചു തരാം. നടക്കില്ല അമ്മാവ. ആര് പറഞ്ഞു? ഞാൻ കാണിച്ചു നടക്കില്ല. തരാം. എന്താ രാമ? അല്ല, ഞാൻ ഈ കുട്ടിയോട് പറയായിരുന്നു എന്തിനാ ഇപ്പോഴും ഇങ്ങനെ വിവാഹത്തെ പറ്റി ചിന്തിച്ച് മനസ്സിന്റെ കൺട്രോൾ കളയുന്നെന്ന്. അതല്ലല്ലോ അമ്മാവൻ പറഞ്ഞത്, വേണമെങ്കിൽ കെട്ടി കാണിച്ച് കൺട്രോൾ. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞോണ്ടോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. നോക്കിയേ, ഇവന് പ്രാന്താ. കാര്യങ്ങളൊക്കെ ഉണ്ണി അറിഞ്ഞല്ലോ. നിന്റെ സങ്കടം കണ്ട് മുത്തശ്ശി മേപ്പാടിനോട് സംസാരിച്ചു. പക്ഷേ ഒരു നിവൃത്തിയില്ല കുട്ടിയെ. മായയെ സ്വന്താക്കാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാ. വിവാഹം കഴിഞ്ഞാലും ഞാൻ ബ്രഹ്മചാരിയായിട്ട് ഇരുന്നാ പോരെ? ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാ എന്താ അർത്ഥം എന്ന് അറിയോ നിനക്ക്? എല്ലാ അർത്ഥവും എനിക്കറിയാം മുത്തശ്ശി. വേറൊന്നും വേണ്ട. ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ, അത് മതി. ഞങ്ങളുടെ വിവാഹം മുത്തശ്ശി നടത്തി തരണം. എന്താ സാവിത്രി ഇവനീ പറയണേ? നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. പേരിനൊരു മംഗലം കഴിച്ചോണ്ട് എന്താ പ്രയോജനം? മോൻ സമ്മതിച്ചാൽ തന്നെ ഇങ്ങനൊരു വിവാഹത്തിന് ഏതെങ്കിലും പെൺകുട്ടി തയ്യാറാവോ? ഭാര്യയാകുക, പിന്നെ അമ്മയാകുക, മുത്തശ്ശിയാകുക, ഇതൊക്കെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാ. അതൊക്കെ വേണ്ടെന്ന് വെച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ആ കുട്ടി തയ്യാറാവൂ? തയ്യാറാകും. ക്ഷമിക്കണം, ഉണ്ണി ഈ അവസ്ഥയിലെത്താൻ കാരണം ഞാനാ. എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും അറിയാം. സാരില്ല, ഉണ്ണിയെ കാണാൻ വേണ്ടി കുറച്ചേരം ഞാൻ പുറത്ത് നിൽക്കണോ? മുത്തശ്ശി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ഉണ്ണിയോടൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറാ. ഇത് ത്യാഗമൊന്നുമല്ല, സ്നേഹ. മുത്തശ്ശി പറയണതൊക്കെ ഞാൻ അനുസരിക്കാം. തറവാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഉണ്ണിയുടെ ഭാര്യയാകാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയാകാതിരിക്കാം. ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാം. പക്ഷേ ഞങ്ങളോട് അകന്നു പോകാൻ മാത്രം മുത്തശ്ശി പറയരുത്. ഇനിയും മുത്തശ്ശിക്ക് സമ്മതിച്ചൂടെ? മോളുടെ പേരെന്താ? മായ. മായമോളി പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണെങ്കിൽ തന്നെ മോളുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കോ? എന്റെ ആഗ്രഹത്തിനെതിരായി വീട്ടിലൊന്നും പറയില്ല. നീ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്ന കുട്ടിയെ. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഈ മുത്തശ്ശിക്ക് കഴിഞ്ഞില്ല. എല്ലാം ഇനി ഈശ്വര കൽപ്പിതം പോലെ വരട്ടെ. രാമ, ഉടനെ എന്നെ ഈ കുട്ടിയുടെ കാരണവന്മാരെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചോളൂ.